എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു തൊട്ടടുത്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് അടൂർ പറഞ്ഞു, ഇന്ത്യയിൽ നമ്മുടെ സംസ്ഥാനത്താണ് മറ്റുള്ളവർ പഠിക്കേണ്ടതെന്ന്. അത് പൂർണ്ണമായും ശരിയല്ല. കാരണം 41 വർഷം മുമ്പ് 1984 ഞാനൊരു കന്നഡ സിനിമ നിർമ്മിച്ചു. നിങ്ങൾ പലർക്കും അറിയില്ല കാര്യം. കന്നഡ ഭാഷയിൽ ഞാനൊരു സിനിമ നിർമ്മിച്ചു. ഒന്തേ രക്ത എന്നായിരുന്നു സിനിമയുടെ പേര്. അതൊരു കോസ്റ്റ്ലി, ആ കാലത്തൊരു കോസ്റ്റ്ലി ഫിലിമായിരുന്നു. ഈ ഒന്തേ രക്ത എന്ന സിനിമ നിർമ്മിക്കാനായി ഞാൻ കർണാടകയിൽ പോകുമ്പോൾ, ബാംഗ്ലൂർ ചെല്ലുമ്പോൾ ആദ്യം പറഞ്ഞു, ഞാൻ അവിടുത്തെ KSRTC, കർണാടക സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അവിടെ പോകണം ആദ്യം. 41 വർഷം മുമ്പുള്ള കാര്യം പറയാം. അപ്പം അവിടുത്തെ കർണാടക ഗവൺമെൻറ് സിനിമയ്ക്ക് കൊടുത്ത പ്രാധാന്യം 41 വർഷം മുമ്പ് എന്താണ് ഞാൻ പറയുന്നത്. 1.5 ലക്ഷം രൂപ ഒരു കന്നഡ പടത്തിന് സബ്സിഡി കിട്ടും. ഇപ്പോൾ നമ്മൾ 10-12 ലക്ഷം രൂപ ഒരു പടമെടുത്താൽ 1.5 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് അവസാനം കിട്ടും. കർണാടക ഗവൺമെൻറ് തരും 1.5 ലക്ഷം രൂപ. അപ്പം എന്നെ ഈ 1.5 ലക്ഷം രൂപയുടെ എൻ്റെ ഒരു പ്രചോദനം 1.5 ലക്ഷം രൂപ സബ്സിഡി കിട്ടുമെന്നുള്ളതാണ്. അവിടെ ചെന്നു ഞാൻ കന്നഡ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അത് KSFDC ഓഫീസിൽ പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ കേരള ഫിലിം ചേംബർ കോമേഴ്സിൽ പേര് രജിസ്റ്റർ ചെയ്ത്, പ്രൊഡ്യൂസർ രജിസ്റ്റർ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്താൽ പടമെടുക്കാം. പക്ഷേ കന്നഡത്തിൽ കർണാടക ഫിലിം ചേംബർ കോമേഴ്സ് ഉണ്ടെങ്കിലും KSFDC രജിസ്റ്റർ ചെയ്യണം. 41 വർഷം മുമ്പുള്ള കാര്യം, എന്തൊക്കെ അല്ല. അപ്പോൾ ആ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞാൻ ഫോം ചോദിച്ചപ്പോൾ തന്നു. ഞാൻ തിരിച്ചു മറിച്ച് നോക്കി, കന്നഡ ഭാഷയല്ലാതെ ഒന്നും ചെയ്തത്, കന്നഡ ഭാഷ മാത്രം. എനിക്കൊന്നും തിരിച്ചും മറിച്ച് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ക്യാൻ യു ഗീവ് മീ എൻ ഇംഗ്ലീഷ് ഫോം? യു വാണ്ട് ഇംഗ്ലീഷ് ഫോം? ഗോ ടു ഇംഗ്ലണ്ട്. If you want English, go to England. We are Canadians. You will only get Canada here. അതാണ് വ്യത്യാസം. കേരള ഗവൺമെൻറ് ഈ ജോലി നോക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറയുമോ? പറഞ്ഞിട്ടുണ്ടോ? പറയാൻ കഴിയുമോ? അടുത്ത ദിവസം തന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ നായകനായ അംബരീഷിൻ്റെ സഹായത്തോടെ ബാംഗ്ലൂർ ഗണേഷ് എന്ന ആളിനെ എൻ്റെ മാനേജരായിട്ട് നിയമിച്ചു. കാരണം കന്നഡ അറിയാവുന്നവർ വേണം, അവിടെ കന്നഡക്കാരന് മാത്രമേ സ്ഥാനമുള്ളൂ. ഇനി വേറൊന്ന്, നമ്മളൊരിക്കലും സ്വപ്നം കാണാത്തൊരു കാര്യം, കർണാടക ഗവൺമെൻറ് കീഴിൽ കന്നഡ ഭാഷയുള്ള സിനിമകൾക്ക് എന്റർടൈൻമെന്റ് ടാക്സ് ഇല്ല. കർണാടകത്തിൽ കന്നഡ സിനിമയ്ക്ക് എന്റർടൈൻമെന്റ് ടാക്സ് ഇല്ല, ഒരു ടാക്സും ഇല്ല. പക്ഷേ ഹിന്ദി, മലയാളം, തമിഴ് ഇത്തരം പടങ്ങൾ കർണാടക റിലീസ് ചെയ്താൽ ടാക്സ് ഉണ്ട്. അപ്പം എങ്ങനെയാണ് കന്നഡ? ഇപ്പോൾ ഉദാഹരണമായിട്ട് 100 രൂപ, 175 രൂപയാണ് ഒരു ഹിന്ദി പടം കാണാൻ ടിക്കറ്റെങ്കിൽ കന്നഡ പടം കാണാൻ 100 രൂപയുള്ളൂ. അപ്പോൾ കന്നഡ ഭാഷാ ചിത്രങ്ങളെ എങ്ങനെയാണ് കർണാടക ഗവൺമെൻറ് സഹായിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനൊരു ശ്രമം എന്തെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ചിന്തിച്ചിട്ട് ഇനിയും ചിന്തിക്കുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം കർണാടക നമുക്ക് കുറേ കൂടെ വിശാല മനസ്സിലാണ് മലയാളികൾ, അതുകൊണ്ടാണ്. കാരണം നമുക്ക് അതിൻ്റെ മലയാളത്തിൽ മറ്റൊന്ന് പ്രധാനമായിട്ടൊരു കാര്യം, ബാഹുബലി പോലുള്ള അനവധി ചിത്രങ്ങൾ ഡബ് ചെയ്ത് കേരളത്തിൽ സൂപ്പർ ഹിറ്റായിട്ടുണ്ട്. അതായത് മലയാള പടത്തേക്കാൾ കൂടുതൽ വിജയം നേടിയിട്ടുണ്ട് അത്തരം പടങ്ങൾ. പക്ഷെ കന്നഡ ഭാഷയിലേക്ക് ഒരു സിനിമയും ഡബ് ചെയ്യാൻ പാടില്ല, അനുവദിക്കുകയില്ല. ബാഹുബലി കന്നഡ ഭാഷയിൽ ഡബ് ചെയ്തിട്ടില്ല. ഒരു ചിത്രവും കന്നഡ ഭാഷയിലേക്ക് ഡബ് ചെയ്യാൻ കർണാടക ഫിലിം ചേംബർ കോമേഴ്സും ഗവൺമെൻറ്റും അനുവദിക്കുകയില്ല. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ വിശാലതയാണ്. ഏത് പടവും ഡബ് ചെയ്ത് ഇവിടെ കളിക്കാം. നമ്മുടെ പടത്തേക്കാൾ ചിലപ്പോൾ നമ്മൾ പടം മത്സരിച്ച്, മലയാള പടം മത്സരിച്ച് അത് ജയിച്ചെന്ന് ചെയ്യും. അപ്പം ഇതുപോലുള്ള ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ്, ഗവൺമെൻറ്റിൻ്റെ അധികാരം
കന്നഡ സിനിമയെ സഹായിക്കാൻ എങ്ങനെ അവർ പ്രയോജനപ്പെടുത്തി അത് 40 വർഷവും പറഞ്ഞവനാണ് ഞാൻ. ഈ ഒന്നേ രക്ത അവിടുത്തെ കന്നഡ ഭാഷയിലെ സൂപ്പർ സ്റ്റാറായിരുന്ന അംബരീഷിനെ നായകനാക്കി ഞാനെടുത്ത ഗാനം എന്ന സിനിമ എനിക്ക് ഡബ് ചെയ്യാൻ സാധിച്ചില്ല. എൻ്റെ സ്വപ്നം എൻ്റെ കേരളത്തിൽ ആ പടം ഓടിയില്ലെങ്കിലും അംബരീഷ് അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് കന്നഡത്തിൽ ഡബ് ചെയ്ത് അവിടെ ഓടിക്കാമെന്ന് വെച്ചു. പക്ഷേ അപ്പം എന്താണ്, കന്നഡത്തിൽ ഡബ് ചെയ്യാൻ പാടില്ല, അനുവദിക്കുകയില്ല. ആരഭിനയിച്ചാലും മറ്റൊരു ഭാഷാ ചിത്രം കന്നഡ ഭാഷയിൽ ഡബ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പം ഇത് നമ്മുടെ സംസ്ഥാനം മലയാള സിനിമയെ സ്നേഹിക്കുന്നില്ലെന്ന് ഞാൻ പറയില്ല. കാരണം ഈ ഏതാനും നമ്മുടെ ശ്രീരത്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ തന്നെ ഒരു കമ്മീഷൻ ഏർപ്പെടുത്തി അതൊരു വലിയ മുൻകൈ എടുത്തൊരു വലിയ സംരംഭമായിരുന്നു അത്. പക്ഷേ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് അവസാനം എന്ത് സംഭവിച്ചു എന്ന് ആലോചിക്കണം. എന്താ സംഭവിച്ചത്? അവസാനം പരാതി പറഞ്ഞവർ തന്നെ അത് വിധി കേസാകുമെന്ന് മനസ്സിലാക്കി പരാതി പറഞ്ഞ ആൾക്കാർ തന്നെ പോയി എനിക്ക് കേസില്ലെന്ന് പറഞ്ഞു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചു? സംസ്ഥാനം മുടക്കിയ പണം ഇവിടെ പോയി, അതിനെന്ത് പ്രയോജനം കിട്ടി? അപ്പം അതുകൊണ്ട് മുൻകൈ എടുക്കുന്നത് നല്ലതാണ്, ഇതെല്ലാം നല്ലതാണ്. എല്ലാ സ്വപ്നങ്ങളും സഫലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞാൽ 26 സിനിമ സ്വന്തമായി എടുത്ത ആളാണ് ഞാൻ. കഴിഞ്ഞ 2015 ശേഷം പടം എടുത്തിട്ടില്ല, എനിക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ സംസാരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. സിനിമയിൽ ഒരിക്കലും ഇനി സജീവമാവുകയില്ല എന്ന് ഉറപ്പാണ്. ആരോഗ്യമില്ല ഇപ്പോൾ. അതുകൊണ്ട് എനിക്ക് ആശംസകൾ നേരാനും ഇതുപോലുള്ള സമ്മേളനങ്ങൾ ക്ഷണിച്ചാൽ വന്ന് സംസാരിക്കാനും അതിൽ നെഗറ്റിവിറ്റി വന്നാൽ മാപ്പ് തരണം. കാരണം തുടക്കം സത്യമാണെങ്കിൽ ഒടുക്കവും സത്യമാകണം. നന്ദി, നമസ്കാരം.